ഹായ്, DBD വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സേഫ്റ്റി ടിപ്സുമാണ് നമ്മൾ ഈ സീരീസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്സാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദിവസവും കാണുന്ന ചില വസ്തുക്കളുണ്ട്. അവ നമ്മളെ പതുക്കെ വിഷമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമോ? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലെഡ് മെറ്റൽ. സാധാരണ നാടൻ ഭാഷയിൽ EM എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ലോഹമാണ്. ഇതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരിക്ക് ലെഡ് വളരെ ഭാരമുള്ള ഒരു ലോഹത്തിൽപ്പെട്ടതാണ്. ഭാരമുള്ള ലോഹങ്ങൾ ഒരു 5-6 ഉണ്ട്. അതിൽപ്പെട്ട ഒരു ലോഹമാണ് ലെഡ്. ശരിക്കും ഇത് പഴയ പെയിന്റിങ്ങുകളിലാണ് ഇത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പുതിയ കാലത്ത് ബാറ്ററികളിലും ചില കളിപ്പാട്ടങ്ങളിലും പിന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, ഈ പണ്ട് കാലത്തുണ്ടാക്കിയ പൈപ്പുകൾ EM കൊണ്ടുണ്ടാക്കിയിരുന്നു. ഇത് കണ്ടെത്താവുന്ന. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലെഡ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അത് പുറത്തേക്ക് പോകാൻ എളുപ്പമല്ല. മാത്രമല്ല, കുട്ടികളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ. കാരണം അവരുടെ ശരീരം ഇത് പെട്ടെന്ന് ആഗിരണം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. മാത്രമല്ല, ഇത് കുട്ടികളിൽ വളരെ മൈന്യൂട്ട് അളവിൽ തന്നെ, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും തന്നെ ശരിക്കും ഇതിൻ്റെ ഒരു ടോളറൻസ് ലെവൽ ഇല്ല. എന്ന് പറഞ്ഞാൽ എല്ലാ വിഷവസ്തുക്കൾക്കും ഒരു മിനിമം ടോളറൻസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാൻ മാത്രം ആവശ്യമായ കുറഞ്ഞ അളവ്, അങ്ങനെ ഒരു ടോളറൻസ് അല്ലെങ്കിൽ ഒരു അളവ് ഇതിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നാണ്. കുട്ടികളിൽ ഇത് ശരിക്ക് കടന്ന് നമുക്ക് ബുദ്ധിശക്തി കുറയും. മാത്രം പഠന വൈകല്യത്തെ ബാധിക്കും. പെരുമാറ്റത്തിൽ ക്രമേണ മാറ്റം കാണാവുന്നതാണ്. ലെഡ് വിഷബാധ ശരിക്ക് മുതിർന്നവർക്കും വളരെ അപകടകരമാണ്. മുതിർന്നവർ സാധാരണ ഇതിൻ്റെ സിംറ്റമായിസ് പുറത്തു വരുന്നത് മറ്റ് രോഗങ്ങൾക്കുണ്ടാകുന്ന സിംറ്റംസ് തന്നെയാണ്. എങ്കിലും തലവേദന ഉണ്ടാവും, ഓർമ്മശക്തി കുറവുണ്ടാവും. ലെഡിൻ്റെ ഏറ്റവും കാരണം ബ്രെയിനെ ബാധിക്കുന്ന ഒരു വിഷാംശമാണ്. ബ്ലഡ് പ്രഷർ ഉയർന്നേക്കാം. വൃക്കയുടെ കേടുപാട് നടക്കാൻ ഇത് ഏറ്റവും ഏതുവാകുന്നു. പിന്നെ ഗർഭിണികളിലാണ് ഇത് കുഞ്ഞിൻ്റെ വളർച്ചയെ തന്നെ ബാധിക്കും. ഏറ്റവും മാരകമായ ഒരു അവസ്ഥയാണ്. ഇത് ശരിക്ക് വരുന്നത് പഴയ പെയിന്റിങ് പൊടികളാണ്. നമ്മൾ പഴയ വീടൊക്കെ പെയിന്റ് അടിച്ച് അതിൻ്റെ സ്ക്രാപ്പിലാണ് പുതിയ പെയിന്റുകൾ ലെഡ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ മലിനമായ വെള്ളം, ലെഡ് ഭൂമിയിലൂടെ മലിനമായ വെള്ളത്തിൽ ലെഡിൻ്റെ അംശങ്ങൾ കലരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ലെഡുള്ള കളിപ്പാട്ടങ്ങൾ, ഇന്നത്തെ യുഗത്തിൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഈ കളിപ്പാട്ടങ്ങൾ. അതേപോലെ ലെഡ് ആസിഡ് ബാറ്ററി ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. അതിൻ്റെ സാന്നിധ്യം ചില മരുന്നുകളിലും, പരമ്പരാഗതമായ മരുന്നുകളിൽ ഇത് ചേർക്കപ്പെടുന്നതിന് പറയപ്പെടുന്നു. നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ ശരിക്കും എന്താ ചെയ്യേണ്ടത്? അത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ വീടുകൾ പെയിന്റ് പൊടികൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. ശുദ്ധജലം മാത്രം കുടിക്കുക. പിന്നെ കുട്ടികൾ കളിപ്പാട്ടം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധാലുക്കളാകുക. പിന്നെ കൈ കഴുകുന്ന ശീലം വളർത്തിയെടുത്താൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ EM ലോഹം അല്ലെങ്കിൽ ലെഡ് ശരിക്കും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ശത്രുവാണ്. പക്ഷെ അതിൻ്റെ ആഘാതം ഭയങ്കര ഭീകരമാണ്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ചെറിയ അളവ് പോലും ശരീരത്തിന് ദോഷം ചെയ്യും. ഇതിനെ നമുക്ക് ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റും. വളരെ
ജാഗരൂകരായിട്ടിരിക്കുക. ഇതുപോലുള്ള ആരോഗ്യ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ ഒരു സേഫ്റ്റി ടിപ്സുമായി കടന്നു വരാം. താങ്ക്സ് ഓൾ.